iQoo എന്തിനോ വേണ്ടി ഒരു ഫോൺ ഇറക്കാൻ പോവുകയാണ്. അതാണ് iQoo Z9 എന്ന് പറയുന്നത്. 25,000 രൂപയ്ക്കകത്താണ് ആ ഒരു ഫോൺ ഇറങ്ങുന്നതെന്ന് പറയുന്നുണ്ട് പല ലീക്സും. അങ്ങനെയാണെങ്കിൽ ആ ഫോൺ എടുക്കുന്നതുകൊണ്ട് ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. iQoo Z9 എടുക്കുന്നതിനും കാട്ടും ബെറ്റർ ഓപ്ഷൻ iQooൻ്റെ തന്നെ Z7 Pro എടുക്കുന്നതാണ്. കാരണം ആ ഒരു ഫോൺ 23,000 രൂപയാണ് വരുന്നത്. Z7 Proന് കറവ്ഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, സെയിം ചിപ്പ് സെറ്റ്, ബെറ്റർ ക്യാമറ, എല്ലാം വില കുറവിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 2,000 റുപ്പീസ് കുറവുമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും iQooൻ്റെ Z7 Pro എടുക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. 25,000 രൂപയ്ക്കകത്താണ് iQoo Z9 ഇറങ്ങുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു iQoo Z9 ഒഴിവാക്കിയിട്ട് Z7 Pro എടുക്കാനാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് iQoo Z7 Pro നൈസ് അങ്ങ് ഡിസ്കണ്ടിന്യൂ ചെയ്യും, എന്നിട്ട് Z9 അങ്ങോട്ട് പുഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പോലും കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോൺ അല്പം ബാക്കിലോട്ടാണ്. ഇനി 20,000 റുപ്പീസിനകത്താണ് iQoo Z9 ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ അടിപൊളി വാല്യൂ ആയിരിക്കും. പിന്നൊരു കാര്യം, ഈ ഒരു ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത് അടുത്ത മാസം, അതായത് മാർച്ച് 15-നാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത്. അപ്പോൾ അന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയായിരിക്കുമെന്ന്. എന്നിരുന്നാലും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടെടുത്തോളം എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടാൻ പോകുന്നത്. വിച്ച് ഈസ് ഓക്കെ. അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ആയാലോ ഗ്ലാസ് ആയാലോ ഒരു കുഴപ്പമില്ല. കാരണം മെജോറിറ്റി ആൾക്കാരും കേസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ലുക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഫോണിലെ ക്യാമറാസ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ലോകത്താർക്കും വേണ്ടാത്ത ഒരു സെൻസറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഒരു ക്യാമറയായിട്ട് കൂട്ടിയാൽ മതി. മെയിൻ സെൻസർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെൻസറാണ്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. എന്നിരുന്നാലും ചിപ്സെറ്റ് വെച്ച് അവർ ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് 1080p ക്വാളിറ്റി മാത്രമേ ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കാര്യം പറയണ്ടല്ലോ, 4K ഒന്നും ആ ഒരു സെഗ്മെൻറ്റിൽ കിട്ടാറുമില്ല. iQooൻ്റെ ഫ്ലാഗ്ഷിപ്പിൽ പോലും ഒരു മിക്കവാറും 4K കാര്യങ്ങളും കൊടുക്കാറില്ല. അപ്പോൾ ഇതിലും കിട്ടത്തില്ല. പിന്നെ ഡിസ്പ്ലേ പറയാനാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz ആണ്. അവിടെയൊന്നും വേറെ ഇഷ്യൂ ഇല്ല. നമ്മുടെ iQoo Z7 കഴിഞ്ഞ വർഷത്തെ Z7 നോക്കുകയാണെങ്കിൽ അതിൽ വന്നിട്ട് നമുക്ക് പഞ്ച് ഹോൾ ക്യാമറയൊന്നും അല്ല വന്നിരുന്നത്, ഒരു U നോച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. iQoo Z7-ലെക്കെ കൊടുത്തിട്ടുള്ള സെയിം ഒരു U നോച്ചായിരുന്നു. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രേറ്റിനുള്ള പാനലാണെങ്കിലും നമുക്കിവിടെ പഞ്ച് ഹോൾ കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. കുറച്ചുകൂടെ മോഡേൺ ഫീൽ നമുക്ക് പഞ്ച് ഹോളിൽ നിന്ന് കിട്ടും. U നോച്ചൊക്കെ ഔട്ടായിട്ട് കാലം കുറേ ആയി. എന്നിരുന്നാലും iQoo കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ബട്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല, പഞ്ചോളാണ് കിട്ടുന്നത്. പിന്നെ ഡിസ്പ്ലേ AMOLED ആണ്, അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ക്വാളിറ്റി ബേസ് നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ ബാറ്ററി സൈഡ് നോക്കാനാണെങ്കിൽ 5000 mAh ബാറ്ററിയും 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കൊടുക്കുന്നത്. വിച്ച് ഈസ് ഓക്കെ. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മെയിൻലി ഒരുപാട് ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമായിട്ടും തോന്നിയിട്ടില്ല. 45 വാട്ട്സ് ഒക്കെ ഇനഫ് ആണ്. 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. Dimensity 7200 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കിട്ടുന്ന പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് ആണ് ഫോർ ദ പ്രൈസ്. നോക്കുകയാണെങ്കിൽ ഒരു 25,000 റുപ്പീസിലൊക്കെ വരുന്ന സ്മാർട്ട് ഫോൺസിലൊക്കെ ഇപ്പോൾ iQooൻ്റെ Z7 Pro എടുത്താലും ഇറങ്ങാൻ പോകുന്ന Nothing Phone 2a എടുത്താലും, Nothing Phone 2a പറ്റി വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഒരു ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും. എന്നിരുന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ iQoo Z7 Pro ഇരിക്കുന്നിടത്തോളം കാലം ഈ ഒരു ഫോൺ 25,000 റുപ്പീസിന് വരെയാണെങ്കിൽ എടുക്കുന്നതുകൊണ്ട് ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല ഈ ഫോൺ ഇപ്പോൾ 25,000 റുപ്പീസിന് ഇറങ്ങിയെന്ന് വിചാരിച്ചോ, മിക്കവാറും ഓഫേഴ്സിന് നല്ല രീതിയിൽ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഫോൺ ഇറങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ ഇപ്പോൾ 25,000 റുപ്പീസ് ആണെങ്കിൽ ഒട്ടും തന്നെ എടുക്കേണ്ട, ഓഫേഴ്സിനൊക്കെ വെയിറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ iQooൻ്റെ Z7 Pro പോലത്തെ ഡിവൈസ് എടുക്കുന്നതാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിന് ക്യാമറ ആയാലും ബാറ്ററി ആയാലും എന്ത് കാര്യമായാലും അതാണ് കുറച്ചുകൂടെ നല്ലൊരു ഫോൺ എന്ന് പറയുന്നത്. പിന്നെ ആ ഫോൺ എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ഡിസ്പ്ലേ വരുന്ന ഫോണാണ്. ഇതെന്ന് പറയുന്നത് ഫ്ലാറ്റ് പാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് കർവ്ഡ് വേണോ ഫ്ലാറ്റ് പാനൽ വേണോ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡിവൈസ് ചൂസ് ചെയ്യാനായിട്ട്. എന്നിരുന്നാലും എൻ്റെ ഒപ്പീനിയൻ വെച്ചിട്ട് iQoo Z7 Pro ആണ് ഫാർ ബെറ്റർ ഓപ്ഷൻ. മിക്കവാറും ആ ഫോണിന് അവർ നിർത്താനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് iQooൻ്റെ ഫോൺ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മേടിക്കുന്നതായിരിക്കും ബെറ്റർ. ഇൻ കേസ് അവർ നിർത്തുകയാണെങ്കിൽ വിവോൻ്റെ T1 ആണെന്ന് തോന്നുന്നു, T1 T2 ആണോ എനിക്ക് മോഡൽ ഓർമ്മയില്ല. എന്തായാലും ഞാൻ എൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ആ ഒരു ഫോണും കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. ഇത് ഞാൻ വാല്യൂ ഫോർ മണി എന്ന് പറയത്തില്ല. 25,000 ആണെങ്കിൽ. സോഫ്റ്റ്വെയറിനെ പറ്റി പറയാനാണെങ്കിൽ സോഫ്റ്റ്വെയർ Android 14 കിട്ടും. ഫൺ ടച്ച് ചോയ്സ് ആണ്. ആഡ്സ് കാണും, ബ്ലോട്ട്വെയർ കാണും, ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരും. ഇതിൽ നിന്ന് ആഡ്സും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അതായിരിക്കും ഈ iQoo ഫോൺസിൻ്റെയും വിവോ ഫോൺസിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതെന്തായാലും ഇവിടെയും കിട്ടുന്നതാണ്. ഇതിനെക്കാട്ടും ഫാർ ബെറ്റർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് 25,000 ആണെങ്കിൽ നമ്മുടെ Nothing Phone 2a തരുന്നതായിരിക്കും. ഇതിനെയും കാട്ടും ബെറ്റർ ചിപ്സെറ്റ്. ആക്ച്വലി ബെറ്റർ ചിപ്സെറ്റ് അല്ല, നമ്മുടെ 7200 7200 Proയും 7200 Ultrയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം സിമിലർ പെർഫോമൻസ് ഒക്കെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്
25,000 റുപ്പീസിന് ഈ ഫോൺ എടുക്കേണ്ട ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. iQooന്റെ Z7 Proനെ പറ്റി വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 25,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസിനെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ഫോളോ ചെയ്യുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.